ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സരോവരത്തിൻ്റെ കഥ പറയാനാണേ. എല്ലാവർക്കും ഇല്ലേ വീടെന്ന് പറഞ്ഞൊരു സ്വപ്നം? അപ്പം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ബാംഗ്ലൂരിൽ ഒരു വില്ല വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു അച്ഛൻ്റെ മരണം. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഇത് ഞങ്ങളുടെ വീട് ഇരിക്കുന്ന സ്ഥലത്ത് പണ്ടുണ്ടായിരുന്ന ഒരു മുറിയാണ്. ഇത് അച്ഛൻ അവിടെ ചെറിയ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാൻ വരുമ്പോൾ അച്ഛന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു റൂം കെട്ടിയിട്ടതാണ്. പിന്നെ കുറച്ച് റബ്ബറിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതിൻ്റെ റബ്ബറിൻ്റെ സ്മോക്ക് ഹൗസും ഒക്കെ ചേർന്നതായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തി സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അനൂപ് പറഞ്ഞു നമുക്ക് വെള്ളനാട് സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ തന്നെ ഒരു വീട് വയ്ക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ബിൽഡേഴ്സിനെയും ആർക്കിടെക്ട്സിനെയൊക്കെ തപ്പി നടന്നു. പക്ഷേ ഒന്നും ഞങ്ങളുടെ ഡിസൈനിന് പറ്റുന്നതോ ഞങ്ങളുടെ ബഡ്ജറ്റിന് പറ്റുന്നതോ ആയിരുന്നില്ല. ഈ കല്ല് കണ്ടോ? ഇത് ആ പഴയ വീട്ടിലുണ്ടായിരുന്ന കല്ലാണ്. എനിക്ക് അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് ഞങ്ങളുടെ വീട്ടിന് വേണമെന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ അതിൻ്റെ വാൾസ് റീറ്റെയിൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ പറഞ്ഞു, ബിൽഡേഴ്സ് പറഞ്ഞു അതിൽ ക്രാക്സ് ഉണ്ട്, അപ്പോൾ അത് റീറ്റെയിൻ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു കല്ലെടുത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ കന്നിമൂലയിൽ വെച്ചു. അങ്ങനെ ഞങ്ങൾ തപ്പി അവസാനം വെറൈറ്റി ബിൽഡേഴ്സിനെയാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഡിസൈൻ എല്ലാം ഞങ്ങളുടെ ആയിരുന്നു, വീടിൻ്റെ ഡിസൈൻ എല്ലാം ഞങ്ങളുടെ ആയിരുന്നു. അവർ 3D എല്ലാം എൻ്റെ ഓരോ റൂമും സിറ്റിംഗ് റൂമായാലും ഡൈനിങ് റൂമായാലും കിച്ചണായാലും ഞങ്ങളുടെ വീടിന് 3 ബെഡ്റൂമാണ്. ആ 3 ബെഡ്റൂം എങ്ങനെ ഇരിക്കണം എന്ന് വരെ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ 3D ക്രിയേറ്റ് ചെയ്ത് തന്നു. ഓരോ പ്രാവശ്യം എൻ്റെ ഡിസൈൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഗ്രില്ലൊക്കെ ലാസ്റ്റ് വന്ന ഇതായിരുന്നു, ചേഞ്ചായിരുന്നു. അങ്ങനെ വെറൈറ്റി ബിൽഡേഴ്സിനെ ഞങ്ങൾ ചൂസ് ചെയ്ത് അവർ ആണ് ഈ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ 2022 ബിഗിനിങ്ങിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 23 കംപ്ലീറ്റ് ചെയ്തത്. ഈ വീട്ടിൻ്റെ വുഡ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ അവിടെ തന്നെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്ന മഹാഗണി മരം, 3 മഹാഗണി മരം മുറിച്ചിട്ടാണ് വുഡ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ വെള്ളനാട് തന്നെ ഉള്ള ഒരു കാർപ്പൻ്റർ ഉണ്ട്, സോമൻ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിക്കാരനാണ് ഞങ്ങൾക്ക് വീട്ടിൻ്റെ വുഡ് വർക്ക് എല്ലാം ചെയ്തു തന്നത്. പുള്ളി നല്ല അടിപൊളി ഒരു പണിക്കാരനാണ്, ഈ വുഡ് വർക്കറാണ്. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ പണി ഓരോ സ്റ്റേജായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വിശ്വത അണ്ണൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്തെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കാര്യസ്ഥൻ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പുള്ളിയായിരുന്നു. ഞങ്ങളെയും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഇപ്പോൾ വയ്യാണ്ടിരിക്കുകയാണ്. വീടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ലാൻഡ്സ്കേപ്പിംഗ് അതെങ്ങനെ വേണം എന്ന് ആലോചിച്ചത്. കുറേ ആലോചിച്ചു. ആദ്യം വിചാരിച്ചു ടൈൽസ് തന്നെ പേവ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, പെബിൾസ് ഇടാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ മുറ്റമെല്ലാം പെബിൾസും ഇപ്പം കണ്ടില്ലേ കടപ്പ സ്റ്റോൺ അതും പേവ് ചെയ്തു. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 2023 എൻഡായപ്പോൾ ഞങ്ങളുടെ സരോവരം കംപ്ലീറ്റായി. 23 ഏപ്രിൽ 26 ഞങ്ങളുടെ പാല് കാച്ച്. ഈ വീടിൻ്റെ ഓരോ റൂം ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇത് സിറ്റ് ഔട്ടാണ്. ഇതാണ് ഞങ്ങളുടെ ഡ്രോയിങ് റൂം. ഇത് ഗസ്റ്റ് ബെഡ്റൂം പോലെ. അത് കഴിഞ്ഞ് കിച്ചണാണിത്. ഇതെല്ലാം ഞങ്ങളുടെ ഡിസൈൻ തന്നെയാണ്. ഇത് അമ്മയുടെ ബെഡ്റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം, ഞങ്ങളുടെ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൽ മാത്രമാണ് ഞങ്ങളൊരു ബേ വിൻഡോ പോലെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഡൈനിങ് റൂം കഴിഞ്ഞിട്ട് ഉള്ള പുറത്തുള്ള ഒരു എൻട്രൻസ്. ഇനി മെയിനിലേക്ക് ഒരു പൂജാ റൂം മാത്രമാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിരുന്നത്. പൂജാ കം ഓഫീസ് റൂം ആക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. ഇത് വാഷിംഗ് മെഷീൻ വയ്ക്കുന്ന റൂമാണ്. പിന്നെ ഇതാണ് നമ്മുടെ ടെറസ്. അങ്ങനെ 26 ഏപ്രിൽ 2023 ഞങ്ങളുടെ പാലുകാച്ചായി. ഇതാണ് സോമണ്ണൻ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ പുള്ളിയായിരുന്നു ഞങ്ങൾക്ക് ഈ പാല് കാച്ചി അകത്ത് കയറേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. ഇത് അമ്മ പാല് കാച്ചുന്നതിനുള്ള അടുപ്പൊക്കെ കൂട്ടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ 26 ഏപ്രിൽ 2023 ഞങ്ങളുടെ സരോവരം കംപ്ലീറ്റായി. ഞങ്ങൾ അതിൽ താമസവും തുടങ്ങി.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. എല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം. ഇനി പാല് കാച്ചിൻ്റെ ചെറിയൊരു ഗ്ലിംസ് കണ്ടോളൂ.